ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫൺ കിഡ്സിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നുവോ? ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. നമുക്കിന്ന് ചില പുതിയ കാഴ്ചകൾ കാണാട്ടോ. എവിടേക്കാണെന്നല്ലേ? ഇടുക്കി ഡാം. അതെ, ഇടുക്കി ഡാമും അതിനടുത്തുള്ള അതിമനോഹരമായുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് ആദ്യം പോകേണ്ടത് എവിടേക്കാണെന്ന് വെച്ചാൽ ഇടുക്കി ഡാമിൻ്റെ തന്നെ ഭാഗമായ ചെറുതോണി ഡാമിലേക്കാണ്. ഈ ചെറുതോണി ഡാമിൻ്റെ എൻട്രൻസിൽ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതും ആ സ്റ്റാച്ചുവിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഇദ്ദേഹമാണ് ശ്രീ കൊലുമ്പൻ. അതായത് ഇദ്ദേഹത്തിൻ്റെ ഐഡിയ പ്രകാരമാണ് നമ്മൾ ഇടുക്കി ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ഇടുക്കി ഡാമിൻ്റെ വഴികാട്ടി, മാർഗദർശി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇദ്ദേഹത്തെ വിളിക്കാം. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ പോകേണ്ടത് ഡാമിൻ്റെ മുകളിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡാമിൻ്റെ മുകളിലാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചയൊക്കെയാണ്. ഇങ്ങനെ വെള്ളം ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നല്ലൊരു സന്തോഷം, കണ്ണിന് നല്ല കുളിർമയൊക്കെ തോന്നുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ആർച്ച് ഡാമിലേക്കാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരമെങ്കിലും കാണുട്ടോ ആർച്ച് ഡാമിലേക്ക് എത്താനായിട്ട്. ഈ ആർച്ച് ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് നമ്മുടെ ഇടുക്കി ഡാം. 2 മലകൾക്കിടയിൽ, കുറുവൻ, കുറുത്തി എന്നീ 2 മലകൾക്കിടയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്, അതിഗംഭീരമാണ്, വർണ്ണിക്കാൻ വാക്കുകളില്ല. അത്ര ചന്തമായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാനുള്ളത്. എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കില്ല. ക്യാമറയും ഫോണൊന്നും ഇങ്ങോട്ട് കടത്തി വിടില്ല. അതൊക്കെ അവിടെ എൻട്രൻസിനോട് വാങ്ങിച്ചും വെക്കുകയും ചെയ്തു. അപ്പോൾ നമുക്കതൊക്കെ കണ്ടിട്ട് വിഷമത്തോടു കൂടെ മടങ്ങാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. എങ്കിലും മനസ്സ് നിറഞ്ഞു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിലൂടെയൊക്കെ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്തു, ഇഷ്ടപ്പെട്ടു. ഇനി തിരിച്ചു വിടുന്ന അങ്ങോട്ട് നടക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് മനസ്സിനൊരു വിഷമം. കാരണം ഒരു പരിവായിട്ടോ നടന്ന് ഇവിടെ എത്തിയപ്പോൾ ഇനി തിരിച്ചും അത്രയും ദൂരം തന്നെ നടക്കണുണ്ടേ. കയ്യിലാണെങ്കിൽ വെള്ളമില്ല. കുട്ടികളാണെങ്കിൽ എടുക്കാനും പറഞ്ഞ വാശിയൊക്കെ പിടിക്കും. വല്ലാത്ത ഒരു നടത്തമാണ്. നമുക്ക് ഇപ്പോൾ നടന്ന് അത്ര ശീലമൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ച് വയ്യാണ്ടാവും നമ്മൾ നടന്നെത്തുമ്പോൾ. പിന്നെ ഡാമിൻ്റെ മുകളിൽ കൂടെ വണ്ടി സൗകര്യങ്ങളോ, അതായത് യാത്രക്കാർക്ക് കാണാനുള്ള വണ്ടി സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലയെന്ന് തോന്നുന്നു. ഇവിടെ എന്തായാലും ഇപ്പോൾ ഇന്ന് അതൊന്നും കാണുന്നില്ല. പിന്നെ എല്ലാ ദിവസങ്ങളിലൊന്നും നമുക്ക് അവരത് ഓപ്പൺ ചെയ്ത് തരില്ല കേട്ടോ കാണാനായിട്ട്. വീക്കെൻഡിൽ മാത്രമേ വിസിറ്റേഴ്സിനെ അവർ അനുവദിക്കുകയുള്ളൂ. ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് കാണാൻ പറ്റാതെ പോയി നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ നമ്മളത് വരുന്നവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീക്കെൻഡിൽ മാത്രമാണ് ഇവിടേക്ക് വിസിറ്റേഴ്സിനെ അവർ അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ. നടന്ന് അവിടെയൊക്കെ റെസ്റ്റ് ചെയ്ത് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നും തന്നെ ഇല്ല. ഇങ്ങനെ നീണ്ടു നിർന്ന് കിടക്കുന്ന ഒരു ടാറിട്ട വഴിയാണ്. അപ്പോൾ ഫുള്ള് നല്ല വെയിലും. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തിയ കാരണേ ഉച്ചത്തെ ആ വെയിലും ഒക്കെ അവിടെ നിന്ന് കൊണ്ടിട്ടുണ്ട്. അത്യാവശ്യത്തിനുള്ള നല്ല വിശപ്പുണ്ട്, ഒക്കെയുണ്ട്. അപ്പോൾ നമുക്കിനി നടന്ന് ഇവിടെ ചെറുതോണി ഡാമിൻ്റെ എൻട്രൻസിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. പാർക്ക് കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പിയായി. അവർ ക്ഷീണമൊക്കെ മറന്നു. അവർ ഓടി കളിക്കാനൊക്കെ തുടങ്ങി. തൊട്ടടുത്ത് ഒരു ഐസ്ക്രീം കടയൊക്കെ ഉണ്ട്. അവിടുന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത് നേരെ കട്ടപ്പനയിലേക്കാണ് കേട്ടോ. കട്ടപ്പനയിൽ ഞങ്ങളുടെ ഒരു ബ്രദറിൻ്റെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറണം. ബ്രദറിനെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്ത് സംസാരിച്ച് കുറച്ച് നേരമൊക്കെ സമയമൊക്കെ സ്പെൻഡ് ചെയ്തു. ചായയൊക്കെ കുടിച്ച് റിലാക്സായി. ഇനി നമുക്ക് അപ്പോൾ ബ്രദർ പറഞ്ഞു ഇവിടെ അടുത്ത് കാൽവറി ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടൊരു സൈറ്റ് സീയിങ് ഉണ്ടെന്ന്. അപ്പോൾ ഇനി അതും കൂടി നമ്മളൊന്ന് കണ്ടിട്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ കാൽവറി ഹില്ലിലേക്ക് എത്തി. എത്തിയിട്ട് ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് അത് ഗംഭീരമാണ്. അതായത് ഇടുക്കി ഡാമിനെ നമ്മൾ മുകളിൽ നിന്ന് നോക്കി കാണുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല, അത്ര മനോഹരമായിട്ട്. പക്ഷേ വൈകുന്നേരമായ കാരണമാണോ എന്നറിയില്ല. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ പോരാ, നല്ല തണുപ്പ്. കാറ്റും സ്വെറ്ററൊന്നും ആരുടെ കയ്യിലില്ല കേട്ടോ. നിന്ന് വിറക്കിയത് തന്നെയാണ്. ആകെ ഒരു ഷോള് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിട്ട് പതിച്ച് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി
കുറേ നേരം ഇവിടെ നിൽക്കുന്ന അത്ര ബുദ്ധിയില്ല എന്ന് തോന്നിയതുകൊണ്ട് ഏകദേശം ഞങ്ങൾ ഒരു അരമണിക്കൂർ 1-മുക്കാൽ മണിക്കൂറോളം അവിടെ സ്പെൻഡ് ചെയ്തു. ഇനി തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ പ്രാവശ്യത്തെ യാത്ര ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ. Be careful.